Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മനസ വാച കർമ്മണ. നമസ്കാരം. ആർദ്രചിന്തകളുടെ ഒന്നാം ഖണ്ഡമായ മനസാ വാച കർമ്മണയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് BMCയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് ബയോ ക്ലോക്ക് സെറ്റ് ചെയ്താൽ നമുക്ക് ചെറുപ്പത്തിലേക്ക് നടന്നെടുക്കാം, ചെറുപ്പത്തിലേക്ക് തിരിച്ചു വരാം എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇന്ന് മറ്റൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ജോൺ പനക്കലിനെ. സ്വാഗതം സാർ. നമസ്കാരം ഷിനോയ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു വെരി മച്ച്. പറയൂ, എന്താണ് ഇന്നത്തെ നമ്മുടെ വിഷയം? വിഷയം മനോഹരമാണ്, സാർവത്രികമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും കേട്ടിരിക്കേണ്ടതുമായ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യത്തെ അർഹിക്കുന്ന ഒരു വിഷയമാണ്, പ്രാധാന്യത്തെ അറിയിക്കുന്ന ഒരു വിഷയമാണ്. ഓക്കെ. ആസക്തി എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പക്ഷേ ആസക്തികൾ പലതുണ്ടല്ലോ ഷിനോയ്. ഷിനോയിയുടെ അറിവിൽ എന്തൊക്കെ ആസക്തികളാണ് ഉള്ളത്? ഭക്ഷണത്തോടുള്ള ആസക്തി കാണാം, ആർത്തി, പണത്തോടുള്ള ആർത്തി, അധികാരത്തോടുള്ള ആസക്തി. പുതിയ ന്യൂ ജനറേഷനിൽ കുറേ ഉണ്ട്. സോഷ്യൽ മീഡിയ, മൊബൈലിൻ്റെ ഉപയോഗങ്ങൾ, അങ്ങനെ കുറേ വരുന്നുണ്ട്. നമുക്കിപ്പോഴേ മൊബൈൽ അഡിക്ഷൻ, അതിനെക്കുറിച്ച് സംസാരിക്കാം. ആ ആസക്തി, ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് എല്ലാ തരം ആളുകൾക്കും ഇപ്പോഴുണ്ട്. ഇപ്പം മൊബൈലില്ലാത്ത ആരുമില്ല. വീട്ടിൽ ജോലിക്ക് വരുന്ന വേലക്കാർക്ക് വരെ മൊബൈലുണ്ട്. മൊബൈലില്ലാതെ പറ്റത്തില്ല. തെങ്ങ് കയറാൻ പോകുന്നവന് തെങ്ങിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ അടിക്കും. മൊബൈലില്ലാത്ത ജീവിതം ഇത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുകയല്ല. ഇപ്പോൾ എയർപോർട്ടിൽ തന്നെ നമ്മൾ ചെന്നാൽ ഒരു ഫ്ലൈറ്റിൻ്റെ ബോർഡിങ്ങിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പല പ്രായത്തിലുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നത് കാണാം. ആരും ഫ്രീ അല്ല സംസാരിക്കാൻ, എല്ലാവരും എൻഗേജ്ഡാണ്. 90 വയസ്സായ അപ്പൂപ്പൻ വരെ മൊബൈലിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങേപ്പുറത്ത് അമ്മൂമ്മയും കാണും. അവർ തമ്മിൽ സംസാരിക്കത്തില്ല, അവർ മൊബൈൽ അഡിക്റ്റാണ്. 4-5 വയസ്സായ കുഞ്ഞുങ്ങൾ അവരുടെ കരച്ചിൽ നിർത്തുന്നത് മൊബൈൽ കൊടുത്താ. അപ്പോൾ ഈ മൊബൈൽ ഒരു സാധനമാണല്ലോ ഷിനോയി. ഭക്ഷണം കഴിപ്പിക്കാൻ, കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്നത് മൊബൈൽ കാണിച്ചിട്ടാണ്. ഈ മൊബൈൽ ഇങ്ങനെ നിരന്തരമായി ഉപയോഗിച്ചാൽ, ഏതു വസ്തുവും അമിതമായി ഉപയോഗിക്കുന്നതായാൽ അതല്ലേ അഡിക്ഷൻ. അമൃതായാലും അമിതമായാൽ വിഷമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അഡിക്ഷൻ വന്നാൽ അതിന് എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അഡിക്ഷൻ്റെ പ്രത്യാഘാതങ്ങൾ, മൊബൈൽ അഡിക്ഷൻ്റെ പ്രത്യാഘാതങ്ങൾ, അതെങ്ങനെ നമുക്ക് ഒന്ന് പരിഹരിക്കാൻ നോക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വളരെ കോമണൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ചിന്ത. ഈ മൊബൈൽ അഡിക്ഷൻ 4 സ്റ്റേജ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ്, എല്ലാവരും മൊബൈൽ നോക്കുന്നു, ഞാൻ നോക്കിയില്ലേ മോശക്കാരനല്ലേ, അതിനുവേണ്ടി ഒരു നോട്ടം. ഉപയോഗിച്ചില്ലെങ്കിൽ ശരി, ഒരു മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സുഖം.
ഇപ്പം മൊബൈൽ കൈ പിടിക്കുന്ന ഒരു ഫാഷനാണ്. പണ്ട് പ്ലേയേഴ്സ് സിഗരറ്റിൻ്റെ പാക്കറ്റ് കൈ വെച്ചുകൊണ്ട് നടക്കുന്നത് പണ്ടത്തെ ഗൾഫുകാരനൊരു ഫാഷനായിരുന്നു. ഞാൻ 70കളുടെ പൂർവാർത്ഥത്തിലെ കാര്യമാണ് പറയുന്നത്. 70 തൊട്ട് 75 വരെയുള്ള വർഷങ്ങളിലെ 1970 തൊട്ട് 75 വരെ വർഷം ഒരു പ്ലേയേഴ്സിൻ്റെ പാക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഒരു ഗൾഫുകാരൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട്. ഇന്ന് മൊബൈലാണ്. ഈ മൊബൈൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ പ്രാക്ടീസ്. സമൂഹം ഉപയോഗിക്കുന്നു മൊബൈൽ. എനിക്കും മൊബൈലുണ്ട്, ഞാനും കുറഞ്ഞവനൊന്നുമല്ല. സോഷ്യൽ സ്റ്റേജ് ഏത് ആസക്തിയുടെയും ആദ്യത്തെ സ്റ്റേജാണ് സോഷ്യൽ സ്റ്റേജ്. ഉദാഹരണത്തിന് പുകവലി അല്ലെങ്കിൽ മദ്യപാനം. വല്ലവരും ഒക്കെ പുക വലിച്ചിങ്ങനെ വിടുന്നത് കാണുമ്പോൾ എനിക്ക് ഒന്ന് വലിച്ചു വിട്ടാൽ കൊള്ളാമെന്ന് തോന്നും. വല്ലവരും ഒക്കെ പാർട്ടിയിൽ മദ്യപിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ 1 പെഗോ 2 പെഗോ എടുത്ത് ഒരു ചീയേഴ്സ് പറയുന്നില്ലെങ്കിൽ ഞാൻ മണ്ടനല്ലേ, അങ്ങനൊരു തോന്നലുണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മോശക്കാരനല്ല, എനിക്കും ഇതൊക്കെ അറിയാമടോ എന്നുള്ള തോന്നലിൽ ആദ്യത്തെ സ്റ്റേജാണ് ദ സോഷ്യൽ സ്റ്റേജ്. പക്ഷേ ഈ സോഷ്യൽ സ്റ്റേജ് നമ്മൾ ഉപയോഗിക്കുന്നത് ചില ഈവൻസൊക്കെ നടക്കുമ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ഒരു പെരുന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ക്രിസ്മസ്, പിന്നെ ദീപാവലി, അതുപോലെയുള്ള ഓണം ഫെസ്റ്റിവൽസ് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരു സോഷ്യൽ രീതിയായിട്ട് ഇതിനെ സ്വീകരിക്കാറുണ്ട്. അത് സോഷ്യൽ സ്റ്റേജാണ്. പക്ഷേ സോഷ്യൽ സ്റ്റേജിൽ കുറച്ച് നാളിങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ സോഷ്യൽ സ്റ്റേജിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേജിലോട്ട് പോകും. റെഗുലർ സ്റ്റേജ് എന്ന് പറയും. എല്ലാ ദിവസവും ഉപയോഗിക്കുക എന്നുള്ള ഒരു സ്റ്റേജ്, അതിനെയാണ് റെഗുലർ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാം സ്റ്റേജ്. ഈ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ മൂന്നാം സ്റ്റേജിലേക്ക് പോകുന്നത് വളരെ പെട്ടെന്നാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സ്റ്റേജാണ്. മൊബൈൽ കണ്ടില്ലെങ്കിലും കുഴപ്പം, കണ്ടാലും കുഴപ്പം. കണ്ടില്ലെങ്കിൽ മൊബൈലിന് വേണ്ടി ഒരു ക്രേവിങ് നമ്മുടെ രക്തത്തിൽ ഉണ്ടാവും. എവിടെ എൻ്റെ മൊബൈൽ, ഇപ്പോൾ വല്ല മെസ്സേജ് ഉണ്ടോ, ഒരു ക്രേവിങ്. കണ്ടില്ലേ കുഴപ്പം, കണ്ടാൽ അത് നിർത്താൻ തോന്നത്തില്ല, അപ്പോൾ കണ്ടാലും കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേജിനെ പ്രോബ്ലം സ്റ്റേജ് എന്ന് വരും. ഈ മദ്യപാനം അതുപോലെ. മദ്യപാനത്തിന് കിട്ടിയില്ലെങ്കിൽ വിറയ്ക്കും, കിട്ടിയാലോ ആർത്തിയോടെ സേവിക്കും. അപ്പോൾ രണ്ടും കുഴപ്പമാണ്. അതിന് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയും. അത് പ്രോബ്ലം സ്റ്റേജാണ്. ഈ പ്രോബ്ലം സ്റ്റേജിലാണ് നമ്മളിൽ പലരും പല ആസക്തി രോഗങ്ങളിലും. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു ലേബൽ ഒട്ടിക്കും ജനം. ഹീസ് ആൻ അഡിക്റ്റ്. ആസക്തി രോഗത്തിന് അടിമയായ ഒരു വ്യക്തി. അതിന് പിന്നെ മരുന്നുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ 4 അവസ്ഥകളാണ് ആസക്തിക്കുള്ളത്. ഒന്നാമത്തേത് സോഷ്യൽ സ്റ്റേജ്, രണ്ടാമത്തേത് റെഗുലർ സ്റ്റേജ്, മൂന്നാമത്തേത് പ്രോബ്ലം സ്റ്റേജ്, നാലാമത്തെ ദി അഡിക്റ്റഡ് സ്റ്റേജ്. അതൊരു രോഗമാണ്, ആസക്തി രോഗമാണ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് ഒരു 4-5 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ മൊബൈൽ ഇല്ലാതെ അവർക്ക് പറ്റത്തില്ല. അവരുടെ അത് പിടിച്ചു പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മൊബൈലിന് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. പല പീസസ് ഓഫ് ഇൻഫർമേഷനും പല അറിവുകളും മൊബൈലിൽ കൂടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ നല്ല വശങ്ങളിലേക്ക് തിരിഞ്ഞ് ലിമിറ്റഡായിട്ടുള്ള യൂസ് ആണെങ്കിൽ കുഴപ്പമില്ല. അതൊരു നല്ല സോഷ്യൽ സ്റ്റേജ് ആണെന്ന് ഞാൻ പറയും. അത് 1-ാം സ്റ്റേജാണ്. പക്ഷെ ആരും 1-ാം സ്റ്റേജിൽ നിൽക്കത്തില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ പരിഹരിക്കാം? അത് പിടിച്ചു പറിച്ച പ്രയാസമാണ്. കുഞ്ഞുങ്ങളിൽ നിന്ന് മൊബൈൽ പിടിച്ചു പറിച്ച് നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കി. അവരെ ശിക്ഷിച്ച് ശകാരിച്ച് അവരോട് വഴക്കുണ്ടാക്കി പിടിച്ചു വാങ്ങിച്ചു വെക്കുമ്പോഴത്തേന് അയാളുടെ മൂഡ് ഓഫാവും. മൂഡ് ഓഫായി കഴിഞ്ഞാൽ അയാൾ പ്രതികരിക്കുന്ന ഒന്നീ ഭക്ഷണം കഴിക്കാതായിരിക്കും,
അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാതായിരിക്കും, അല്ലെങ്കിൽ പറയുന്നത് അനുസരിക്കാതായിരിക്കും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരും. ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആകും. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ അഡിക്ഷൻ മാറ്റുന്നതിനുള്ള 2 മാർഗങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു നിർത്താം. ഒന്നാമത്തത് ജേർണലിംഗ് എന്ന് പറയും. എന്താണ് ജേർണലിംഗ്? ഡയറി എഴുതുക, അതിനെ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഒരു ഡയറി എടുത്തു വെക്കണം. എനിക്ക് മൊബൈൽ നോക്കണം, ഞാൻ അഡിക്റ്റാണ്, എൻ്റെ അഡിക്ഷൻ മാറ്റണം. നമ്മൾ തന്നെ വിചാരിച്ചാൽ മാറ്റാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് നമ്മൾ വിചാരിച്ചാൽ മതി. ഇതിന് മരുന്നൊന്നും കഴിക്കേണ്ട കാര്യമില്ല. ഒരു മൊബൈൽ നോക്കണമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ഡയറി എടുത്തിട്ട് ഡേറ്റ് ടൈം എഴുതിയിട്ട് ഞാൻ മൊബൈൽ നോക്കാൻ പോകുന്നു, എൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ്, നോക്കിയില്ലെങ്കിൽ എനിക്കൊരു വല്ലാത്ത അസ്വസ്ഥത വരുന്നു, ഇത്ര എഴുതിയിടുക. എഴുതിയിട്ടിട്ട് മൊബൈൽ നോക്കുക, നോക്കാതിരിക്കരുത്. മൊബൈലിൽ നോക്കി മൊബൈലിലെ നോട്ടം അങ്ങോട്ട് കഴിഞ്ഞു, ഏതായാലും ഒന്ന് നിർത്തുമല്ലോ. അതിന് ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അരമണിക്കൂറായിരിക്കും, അല്ലെ 1 മണിക്കൂറായിരിക്കും. എത്ര മണിക്കൂറായിരുന്നാലും ശരി, അത് കഴിയുമ്പോൾ ആ പേജ് തന്നെ എടുക്കണം ഡയറിയിൽ. ഞാനിപ്പോൾ മൊബൈൽ നോട്ടം നിർത്തുന്നു, ഇന്ന് ഞാൻ നോക്കി കണ്ടത് ഇന്നതൊക്കെയാണ്, എഴുതിയിടുക, ജേണൽ എഴുതുക, തീർന്നു. അല്ല സാറേ, ഞാനൊരു സംശയം. ഇപ്പം ഈ രസകരമായ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ സംസാരിക്കാം. ഈ 2 ബഗ് അടിക്കുന്നവനെ 1 ബഗ് അടിച്ചിട്ട് ഇത് എഴുതിയാൽ നടക്കുമോ? 1 ബഗ്ഗോ 3 ബഗ്ഗോ 5 ബഗ്ഗോ ആസക്തി രോഗത്തിൽ അടിമയായാൽ ഒരു കുപ്പി അങ്ങ് തീർക്കോ, പ്രശ്നമില്ല, അത് നടക്കും. വർക്കൗട്ട് നടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കും. ഇത്രയും നേരം ഈ കുരുട്ടി ചോദ്യമാണോ ആലോചിച്ചുകൊണ്ടിരുന്നത്? ശരി, വളരെ നല്ലത്, സന്തോഷമുണ്ട്. അപ്പോൾ ഇത് എഴുതിയിടുന്നു. രണ്ടാമത് ഒരു പക്ഷേ അന്ന് വൈകിട്ടായിരിക്കും, അല്ലെങ്കിൽ രാത്രിയിലായിരിക്കും, രണ്ടാമതും മൊബൈൽ നോക്കണമെന്ന് പറയുമ്പോൾ ആ ഭാഗം എടുക്കുക. ഇത്ര മണി ഞാൻ രണ്ടാമതും മൊബൈൽ നോക്കുന്നു, അതിൻ്റെ കാരണം ഇന്നതാണ്. ഒന്ന് മൊബൈൽ നോക്കുക. നോക്കിക്കഴിഞ്ഞിട്ട് നിർത്തുന്ന ഉടനെ ഞാൻ മൊബൈൽ നോട്ടം നിർത്തിയിരിക്കുന്നു, ഞാൻ ഇന്ന് കണ്ടത് ഇന്നതൊക്കെയാണ്. ഇത് മനഃശാസ്ത്രപരമായി ഒരുപാട് ഇമ്പാക്റ്റ് ആ മനുഷ്യൻ്റെ തലച്ചോറിലുണ്ടാക്കും. ഒരാഴ്ച ഇങ്ങനെ അങ്ങോട്ട് പോകണം. പോയി കഴിഞ്ഞിട്ട് ഈ ഒരാഴ്ചത്തെ നമ്മൾ എഴുതിയ ഡയറി എടുത്തൊന്ന് വായിച്ചു നോക്കണം. ആ വായിച്ചു നോക്കുമ്പോൾ യു ആർ റിക്കളക്റ്റിംഗ് വാട്ട് യു ഡിഡ് ഫോർ ദ പാസ്റ്റ് 1 വീക്ക്. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എത്ര മണിക്കൂർ മൊബൈലിന് ചിലവാക്കിയെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ക്രിയാത്മകമായി ഞാൻ നേടിയത് എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഫലപ്രദമല്ലാത്ത രീതിയിൽ, ഫലശൂന്യമായ രീതിയിൽ സമയം ഞാൻ പാഴാക്കി കളഞ്ഞതെന്നും നമുക്ക് മനസ്സിലാവും. ഇങ്ങനൊരു 1-2 ആഴ്ച അങ്ങോട്ട് പോകട്ടെ. ടോട്ടലി അഡിക്റ്റായ ആളുകൾ 1 മാസം കൊണ്ട് അവരുടെ അഡിക്ഷൻ നിർത്തും. അവരുടെ സെക്കൻഡറി കോൺഷ്യസ്നെസ് അവരോട് ആവശ്യപ്പെടും, ഇത് നിർത്തൂ, ഇത് ശരിയല്ല എന്ന് ആവശ്യപ്പെട്ടാൽ ഈ ജേണൽ എഴുതുന്നതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് വളരെ പരിമിതമാകും. ഒരു സോഷ്യൽ സ്റ്റേജിലേക്ക് നമുക്ക് തിരികെ വരാൻ പറ്റും. സോഷ്യൽ സ്റ്റേജ് നല്ലതാണ്. എല്ലാ ആസക്തിക്കും ഇത് വർക്കൗട്ട് ആവും. ആസക്തി രോഗം മാറ്റുന്നതിനുള്ള ബെസ്റ്റ് മെത്തേഡ് മറ്റൊരു പരസഹായമില്ലാതെ സ്വയം ഡിറ്റർമിൻഡായി ജേർണലിംഗ് നടത്തിയാൽ ആസക്തി രോഗം മാറിക്കിട്ടും. ഇതിനെയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു മാർഗമുണ്ട്, അത് വളരെ രസമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ, ഗൾഫ് നാടുകളിലൊക്കെ നമ്മൾ ഹൈവേയുടെ അടുത്ത് പോയി നിന്ന് ഒത്തിരി വണ്ടികളിങ്ങനെ പോകുന്ന കാണാൻ വയ്യാകും. എന്തെല്ലാം തരത്തിൽ, ലോകത്തിലെ എല്ലാ തരത്തിലുമുള്ള വണ്ടികൾ ഇവിടെ കാണും. അത് കാണുന്നതിന് ഒരു സുഖമാണ്, ഒരു ഹരമാണ്. അപ്പോൾ ഈ ആസക്തി രോഗമുള്ള ആള്, മൊബൈൽ അഡിക്ഷനുള്ള ആളെന്ന് കരുതിക്കൊള്ളൂ, ഒരു ഹൈവേയുടെ ഒരു പ്രധാന വഴിയുടെ അരികിൽ ചെന്ന് ഇരിക്കാൻ ചിലപ്പോൾ ഇരിപ്പിടങ്ങളൊക്കെ കാണും, എന്തെങ്കിലും ഒരു മാർഗം കാണും. അവിടെ ഇരിക്കുകയോ നിന്നോ ചെയ്തുകൊണ്ട് ഒരു 10 മിനിറ്റ് നിൽക്കണം. അവിടെ 10 മിനിറ്റ് കുറഞ്ഞെടുക്കണം.
വരുന്ന വണ്ടിയിൽ ടൊയോട്ട വണ്ടി, ഈ വരുന്ന വണ്ടികളിൽ ടൊയോട്ട എത്ര ഉണ്ടെന്ന് എണ്ണണം. ഇതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മനസ്സ് വേറൊന്നിലും ശ്രദ്ധിക്കാതെ ടൊയോട്ട വരുന്നത് നോക്കി നിൽക്കുക. ദാ വരുന്ന ഒരു നിസാൻ പോട്ടെ, ദാ ഒരു ലെക്സസ് വരുന്നു പോട്ടെ, ദാ വരുന്ന ഒരു മെർസിഡീസ് പോട്ടെ, വരുന്നു ടൊയോട്ട വരുന്നു. ടൊയോട്ട ഒന്ന്, അടുത്ത ടൊയോട്ടയ്ക്ക് വേണ്ടി മനസ്സ് കാത്തിരിക്കുന്നു, കണ്ണും കാത്തിരിക്കുന്നു, ചിന്ത മുഴുവൻ ആ റോഡിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. 10 മിനിറ്റ് ആകുമ്പോൾ ഒരു ചെറിയ അലാറം കിട്ടും. 10 മിനിറ്റിൽ എത്ര ടൊയോട്ട ഇതിലേ പോയി? 110 ടൊയോട്ട വണ്ടി ഇതിലേ പോയി. തീർന്നു. ഈ 10 മിനിറ്റ് നേരം ഈ മനുഷ്യന് അയാളുടെ മനസ്സ് മുഴുവൻ എത്ര ടൊയോട്ട വണ്ടികൾ വിവിധ തരത്തിലുള്ളത്, പിക്കപ്പ് ആയാലും മതി, വലിയ വണ്ടി ആയാലും മതി, വലിയ വണ്ടി ആയിരുന്നാലും ശരി, പോകുന്നുണ്ട് എന്ന് അതിൻ്റെ സിഗ്നൽ നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. ടൊയോട്ടയുടെ എംബ്ലം, ആ സിഗ്നൽ നോക്കിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് നോക്കിയിരിക്കുക. അപ്പോൾ ആ മനസ്സ് മുഴുവൻ ഫോക്കസ് ചെയ്യുക ഒരു പ്രത്യേക കാര്യത്തിലേക്ക്. ആസക്തി രോഗമുണ്ടാകുന്നത് ഒരു കാര്യത്തിൽ ഒരുപാട് നേരം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലേ. അത് ഡൈവേർട്ട് ചെയ്ത് മനസ്സിനെ പുഷ്ടിപ്പെടുത്താൻ, മാനസിക ആരോഗ്യം വീണ്ടെടുക്കാൻ, എനിക്കിത് വേണ്ട എന്ന് നിശ്ചയിക്കാൻ മനോബലം വേണം. ആ മനോബലം നേടുന്നതിന് ഈ തെറാപ്പി നമ്മളെ സഹായിക്കും. ഷിനോയി നാളെ തൊട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കാട്ടെ. ഈ ഹൈവേ പോയി നിന്നിട്ട് ഈ വെയിലത്ത് നമ്പർ എണ്ണിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കണ്ടിട്ട് ഹൈവേയുടെ നടുക്ക് നിൽക്കാൻ ഞാൻ പറഞ്ഞില്ല, ഹൈവേയുടെ സൈഡ് നിൽക്കാനേ പറഞ്ഞുള്ളൂ. വേണ്ട, ഹൈവേയുടെ സൈഡിലെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഷിനോയി ഹൈവേ പോകണ്ട. ഷിനോയി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ട്രാഫിക് ലൈറ്റിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരത്തില്ലേ? ഈ റെഡ് ലൈറ്റിലാണ് കിടക്കുന്നത്. അത് യെല്ലോ ആയി ഇതാകുന്നത് വരെ, ഗ്രീൻ ആകുന്നത് വരെ കാത്തു കിടക്കണ്ടേ? ആ സമയത്തിൽ കൂടെ സൈഡിൽ കൂടെ പോകുന്ന വണ്ടി എണ്ണിയാൽ മതി. അങ്ങനെ പല പ്രാവശ്യം. അല്ല, സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നമുക്കെല്ലാവർക്കും ബാൽക്കണി കാണും നമ്മുടെ ഫ്ലാറ്റുകളിലെ. ബാൽക്കണി ഇല്ലാത്തവരെന്തോ ചെയ്യും? ബാൽക്കണിയിലുള്ളവർക്ക് ബാൽക്കണി നിന്ന് വേണമെങ്കിൽ ഇത് കൗണ്ട് ചെയ്യോ, അല്ലെങ്കിൽ കുറച്ച് നേരം ശ്രദ്ധ. ഞാൻ എന്ത് നിർദ്ദേശം ഇതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഷിനോയി പറഞ്ഞാലും ഞാൻ അംഗീകരിക്കും. വളരെ നല്ല. എന്തായാലും നമ്മുടെ മനസ്സിന്റെ ഒരു നിശ്ചയദാർഢ്യം അതല്ലേ വേണ്ടത്. അതെ, മനസ്സിന്റെ ബലം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു തെറാപ്പിയാണിത്. ഇതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. എനിക്കറിയേണ്ടത്, നമ്മളിപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് കുട്ടികളിൽ മൊബൈൽ കാണിച്ചിട്ടാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും കുട്ടികൾ ഈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത് മൊബൈലാണ്. കൂടുതൽ സമയം അവർ മൊബൈൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളിലെ ഈ ആസക്തി എങ്ങനെ മാറ്റിയെടുക്കാം? സ്നേഹിച്ച് അവരുടെ ആസക്തി മാറ്റിയെടുക്കാനൊക്കത്തുള്ളൂ. ഇപ്പോൾ മൊബൈൽ കാണിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ, മോനെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാട്ടെ എന്ന് പറഞ്ഞാൽ മൊബൈലൊക്കെ മാറ്റുക. സാവകാശത്തിൽ അവരെ സ്നേഹിച്ച് കീഴടക്കാൻ പഠിക്കണം. സ്നേഹിച്ച് കീഴടക്കുന്നതും ആക്രമിച്ച് ശകാരിച്ച് കീഴടക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ്. ബാല്യകാലത്തിലെ മനസ്സ് മെഴുകുപോലെയാണ്. അവിടെ എന്ത് ചെന്നാലും ശരി ഉറച്ചവിടെ ഇരിക്കും. ഈ ബാല്യത്തിൽ അവനെ ശകാരിച്ചാൽ അവന് യൗവനമാവുന്ന സന്ദർഭത്തിൽ അവൻ നമ്മളെ തിരിച്ച് ശകാരിക്കും. പണ്ട് നമ്മൾ ശകാരിച്ചതിൻ്റെ 10 ഇരട്ടി. അതുകൊണ്ട് അത് വേണ്ട. ആ മനസ്സിൽ ഒരു ദുശ്ചിന്തയും കൊടുക്കാതെ അവനെ സ്നേഹിച്ചുകൊണ്ട്, മക്കളെ ഇതിന് കുഴപ്പമുണ്ട്, അമ്മ ഇതിപ്പോൾ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കുകയാണ്, ഈ ഡിഷുണ്ടല്ലോ, ഈ ഡിഷ് ഇത് നല്ല ഡിഷ്, അതിൻ്റെ ടേസ്റ്റ് മൂലം നോക്കിയേ എന്ന് പറഞ്ഞ് പതുക്കെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുതലോടെ, അനുകമ്പയോടെ ആ കുഞ്ഞിനെ ഒന്ന് സ്നേഹിച്ചാൽ അവൻ്റെ അഡിക്ഷൻ നിൽക്കും. സാറേ, ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുക. അതായത് ഈ മൊബൈൽ നമ്മൾ എത്ര സ്നേഹത്തോടെ മേടിച്ചെന്ന് പറഞ്ഞാലും ഈ പിള്ളേർ കരയും, അല്ലെങ്കിൽ അവർ ദേഷ്യം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സാധനങ്ങൾ തള്ളിയിടാനോ പൊട്ടിക്കാനോ ഒക്കെ ശ്രമിക്കും. അത് പിള്ളേർ നോർമലി ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പേരൻസ് എന്താണ് അതിനെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്? പേരൻസ് അതിജീവിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഈ കുഞ്ഞ് പഠിച്ചത് പേരൻസിൽ നിന്നാണ്.
അവനെ സ്നേഹിക്കാനും അവൻ്റെ ഫ്രീ ടൈമിൽ നമ്മുടെ ഫ്രീ ടൈം ഇഴുക്കിച്ചേർക്കാനും നമുക്ക് സമയമില്ലാതെ പോയി. നമ്മൾ രണ്ടുപേരും പേരൻസ് രണ്ടുപേരും മൊബൈലിനകത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ ആ കൊച്ചു പിന്നെന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് ആ കൊച്ചുങ്ങൾ ഇത് പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം നിർത്തിക്കട്ടെ. നമ്മൾ ആദ്യം നിർത്തി ആ കൊച്ചുങ്ങളെ പഠിപ്പിക്കുക. അല്ല, ഇതുപോലൊരു സാഹചര്യം വരുമ്പോൾ അവരെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മളെ ആദ്യം ഡൈവേർട്ട് ചെയ്യണം. നമ്മുടെ മൊബൈൽ ടൈം നമ്മൾ കുറയ്ക്കണം. കുറച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ മൊബൈൽ കാണാതെ മറ്റ് പ്രൈം ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രൈം വാല്യൂസ് ഓഫ് ലൈഫ് ഉണ്ട്, ജീവിത മൂല്യങ്ങൾ അവരിലേക്ക് ഇൻജെക്റ്റ് ചെയ്യാൻ നമ്മൾ അങ്ങനെയുള്ള സമയം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് അവർ സ്ലോലി നമ്മളെ പിന്തുടരും. മാതാപിതാക്കളെ കണ്ടും അധ്യാപകരെ കണ്ടും സഹപാഠികളെ കണ്ടുമാണ് ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ പലതും ഒപ്പിയെടുക്കുന്നത്. വീട്ടിൽ നിന്ന് ഒപ്പിയെടുക്കുന്നതിൻ്റെ പകുതിയെ സ്കൂളിൽ നിന്ന് ഒപ്പിയെടുക്കുകയുള്ളൂ, അതിൻ്റെ പകുതിയെ കൂട്ടുകാരിൽ നിന്ന് ഒപ്പിയെടുക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ നിന്റെ കൂട്ടുകാരെങ്ങനെയുള്ള ആ സ്വഭാവമാണ് നീ വീട്ടിൽ കൊണ്ടുവന്നേക്കുന്നതെന്ന് നമ്മൾ പറയും. അല്ല, ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം അവർ പോലും അറിയാതെ ഒപ്പിയെടുത്തിരിക്കുന്നു. ഇത് നാം മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ തലമുറ നന്നാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് അഡിക്ഷന് 4 സ്റ്റേജ് ഉണ്ടെന്നും, ഒന്ന് സോഷ്യൽ സ്റ്റേജ്, അത് റെക്കമെൻഡഡ് ആണ്. 2 റെഗുലർ സ്റ്റേജ്, അത് അത്ര റെക്കമെൻഡഡ് അല്ല. 3 പ്രോബ്ലം സ്റ്റേജ്, അത് റെക്കമെൻഡഡേ അല്ല. 4മത്തേത് ദി അഡിക്റ്റ് അല്ലെങ്കിൽ ആസക്തി രോഗം. കഷ്ടമായി പോയി എന്ന് പറയേണ്ട, ഒരു ഗതികേടായിപ്പോയി എന്ന് പറയേണ്ട സ്റ്റേജ്. അങ്ങനെ 4 സ്റ്റേജ്. അത് പരിഹരിക്കുന്നതിനുള്ള 2 മാർഗങ്ങൾ, ഒന്ന് ജേണലിങ്, 2മത്തത് മൈൻഡ്ഫുൾനെസ്. കാറ് എണ്ണിക്കൊണ്ടേയിരിക്കുക. ഓവർ ടു യു ഷിനു. താങ്ക് യു സർ. ആസക്തികളാൽ നയിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അത് പണത്തോടാവാം, അധികാരത്തോടാവാം, അതുപോലെ സോഷ്യൽ മീഡിയ, മൊബൈൽ, പലതുമാവാം. അവയിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് മോചനം നേടാം, തൽക്കാലത്തേക്കെങ്കിലും, എന്നാണ് നമ്മളിവിടെ ഇന്ന് പറഞ്ഞു വെച്ചത്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. സൈനിങ് ഓഫ്, ഷിനോയ് പുളിക്കൻ. മനസാ വാചാ കർമ്മണ. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.